ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് വയർലെസ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. ഐഫോണിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്ന് ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലോട്ട്, അങ്ങനെ എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ മതി. ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ കൊണ്ട് വയർലെസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽസ്, കാര്യങ്ങൾ, മൂവീസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്ന് നേരെ വീഡിയോയിലോട്ട് പോകാം, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ലോക്കൽസിന് ഡൗൺലോഡ് ചെയ്യണം. അതിനായി ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ നിങ്ങൾ ലോക്കൽസിനെ സെർച്ച് ചെയ്യുക. നിങ്ങൾ ആൻഡ്രോയിഡ്, ഐഫോൺ എല്ലാത്തിലും സെയിം ആണ്. പിന്നെ ഞാൻ ഇവിടെ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ലോക്കൽസിനെ സെർച്ച് ചെയ്ത് ഫസ്റ്റ് കാണുന്ന ലോക്കൽസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഡൗൺലോഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് ആണോ അല്ലെങ്കിൽ മാക് ആണോ ലിനക്സ് ആണോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് EXE സിപ്പ് ഏത് വേണമെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഡയറക്റ്റായിട്ട് EXE ആണ്. സിപ്പ് പോർട്ടബിൾ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത്. സിപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആവും. ചെറിയൊരു MB ഉള്ളൂ, ജസ്റ്റ് 12 MB ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട്, അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സിമ്പിളായിട്ട് സെയിം ആണ്. ലോക്കൽസിൻ്റെ ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്യുക. പ്ലേ സ്റ്റോർ ആണെങ്കിൽ ഏതായാലും സെയിം മെത്തേഡാണ്. ഇവിടെ ഐഫോണാണ് കാണിക്കുക, ജസ്റ്റ് ലോക്കൽസിന്. ഇനി ആൻഡ്രോയിഡും ഐഫോണും അയക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ലോക്കൽ സെൻറ്റർ ആൻഡ്രോയിഡ് ഐഫോൺ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങളിപ്പോൾ ഞാനിവിടെ കമ്പ്യൂട്ടറും ഐഫോണാണ് അയച്ച് കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഡയറക്റ്റായിട്ട് അത് ഓൺ ചെയ്തതിന് മുമ്പ് നിങ്ങൾ ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്, സെയിം നെറ്റ്വർക്കിലുമാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ആൻഡ്രോയിഡ് iOS അല്ലെങ്കിൽ PC ഏതായാലും രണ്ട് ഡിവൈസും സെയിം വൈഫൈയിലുമാണ് കണക്ട് ചെയ്യാൻ. ഇപ്പോൾ എല്ലാവരുടെ വൈഫൈ ഉണ്ട്, അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമില്ല. അഥവാ വൈഫൈ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോണിൽ ഹോട്ട്സ്പോട്ട് ഇട്ടിട്ട് ചെയ്യാം. വയർലെസ്സിൽ അയക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു വയർഡായിട്ട് അയക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നത്, അത് യൂസ് ചെയ്യാം. ഇപ്പോൾ എല്ലായിടത്തും വൈഫൈ ഉള്ളതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് വൈഫൈ സെയിം നെറ്റ്വർക്കിൽ വേണം കണക്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കമ്പ്യൂട്ടർ ഒരു സെയിം വൈഫൈയിൽ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഐഫോൺ എടുത്തിട്ട് അതിലും സെയിം നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തു. ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് അയക്കുകയാണെങ്കിലും സെയിം വൈഫൈ ആയിരിക്കണം. സെയിം വൈഫൈ ഞാൻ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താ പറയുക നമ്മുടെ ഇത് കാര്യങ്ങൾ അയക്കാൻ പറ്റുള്ളൂ. അതുകൂടാതെ ഐഫോൺ ആണെങ്കിലും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിംഗ്സ് ആണ്. നിങ്ങൾ സെറ്റിംഗ്സ് പോയിട്ട് ലോക്കൽ സെൻഡ് എടുത്തിട്ട് ലോക്കൽ നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ ഡിസേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല. അതൊന്ന് എനേബിൾ ചെയ്തിടാൻ ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. ഇനി സിമ്പിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ ഐഫോൺ രണ്ടിലും നമ്മുടെ ലോക്കൽസിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. കമ്പ്യൂട്ടറിൽ നിന്ന് ഫോണിലോട്ട് അയക്കുന്നെങ്കിൽ കമ്പ്യൂട്ടർ റിസീവിൽ വെക്കുന്നതിന് ശേഷം നമ്മുടെ ഫോണിൽ സെൻഡ് ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് ഫയൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡിവൈസ് നെയിം വരും, അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് റിസീവ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണോ എങ്ങനെ ഏതെന്നൊക്കെ ആയാലും സെയിം ആണ്. ഇപ്പോൾ ഞാൻ ഇവിടെ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്ത് അതിന് നിങ്ങൾക്ക് വേണ്ട ഫയൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ സെലക്ട് ചെയ്യുക. ഏതാണ് ഫോൾഡറാണോ ഫിലിമാണോ ജസ്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾ ഡിവൈസ് നെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സെൻഡ് ചെയ്താൽ നിങ്ങളുടെ ഫോണിലോട്ട് ഗാലറിയിലോട്ട് തന്നെ വന്നിട്ടുണ്ടാവും. എല്ലാത്തിലും സെയിം ആയിട്ട് നിങ്ങൾക്ക് അത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ തന്നെ മനസ്സിലാവും. അത്രേ ഉള്ളൂ. എല്ലാവരും എന്ത് ചെയ്യുക, ജസ്റ്റ് യൂസ് ചെയ്യുക. കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. അടുത്തൊരു കാണാം. അതിലേക്കും ഗുഡ് ബൈ.